നോർത്ത് പറവൂർ SNV സംസ്കൃത സ്കൂളിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് നടത്തി. എറണാകുളം IMAയുടെ സഹകരണത്തോടെ SNDP യൂണിയൻ, യൂത്ത് മൂവ്മെന്റ്, NCC, പൂർവ്വ വിദ്യാർത്ഥികൾ, NSS, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് പറവൂർ ചൈതന്യ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ N. മധു ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ രക്തം നാളെ ഒരിക്കലും നമുക്ക് തന്നെ ഉപകാരപ്പെടുന്നുള്ളത് ആലോചിക്കുക. അവിടെ രക്തദാനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയം വിചാരിക്കേണ്ട. പ്രായപൂർത്തിയായ എല്ലാവർക്കും. അത് മാത്രമല്ല, ചില ഗുണങ്ങളുണ്ട്. രക്തം ദാനം ചെയ്യുന്ന വഴി നമുക്ക് ശരീരത്തിന് ചില ഗുണങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു 300 ml ബ്ലഡ് ആണ്. ഇവിടെയായിരിക്കും ഒരു കുപ്പി നിറച്ച് ബ്ലഡ് ആണെന്നില്ല. അതിൽ 150 ml ഫ്ലൂയിഡാണ്. ഇത് കോട്ട പിടിക്കാതിരിക്കാനുള്ള ഫ്ലൂയിഡാണ്. ബാക്കി 300 ml ആണ് മാക്സിമം എടുക്കുക. ഇനി ആ 300 ml തന്നെ ഇപ്പം നല്ല ലാബുകൾ, രക്തബാങ്കുകളിലാണെങ്കിൽ അത് കോമ്പൗണ്ടൻസ് ആയിട്ട് തിരിക്കും. പ്ലേറ്റ്ലെറ്റും പ്രസിഡേറ്റും ഒക്കെ മാറ്റി മാറ്റി തിരിച്ചിട്ട് പലർക്കായിട്ടാണ് കൊടുക്കുന്നത്, ഒരാൾക്ക് മാത്രമല്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് രക്തദാനം. സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള പ്രധാന ഉദ്ദേശം നമ്മുടെ കുട്ടികളിൽ ഈ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നതിനൊരു മോട്ടിവേഷൻ അവരിൽ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ 90 വർഷം തികഞ്ഞതിൻ്റെ നവതി ആഘോഷത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ഈ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇന്ന് പങ്കെടുക്കുന്ന, അതിൽ രക്തം നൽകുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അസിസ്റ്റന്റ് മാനേജർ PS ജയരാജ് രക്തദാന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് KB സുഭാഷ് ആമുഖ പ്രസംഗം നടത്തി. ഈ ക്യാമ്പിലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളേവരെയും ഹൃദയവേദനയോടുകൂടി കേട്ടതും കണ്ടതുമായ ഒരു കാര്യമാണ് വയനാട് ദുരന്തം. 300ഓളം പേർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞെങ്കിൽ 1000ഓളം പേര് ഇന്ന് വിവിധ ആശുപത്രികളിൽ അംഗവൈകല്യങ്ങൾ സംഭവിച്ച് മറ്റുമായിട്ട് ചികിത്സയിൽ കിടക്കുകയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വസ്തു രക്തമാണ്. IMA പ്രതിനിധി ഡോക്ടർ PK സലീം, D. ബാബു, ഹെഡ്മാസ്റ്റർ CK ബിജു, രാധി രാജൻ, PR സംഗീത, PP അനൂപ് എന്നിവർ സംസാരിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ കോർഡിനേറ്റർ ജോസഫ് പുതുശ്ശേരി രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്നു മുതൽ എന്റെ ജീവിതാവസാനം വരെ രക്തം ദാനം ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമെന്നും അവർക്ക് വേണ്ട അവബോധം നൽകുമെന്നും 18 വയസ്സ് പൂർത്തിയായത് മുതൽ. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.